പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമവാക്യ ജോഡികൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രി. അതിന്റെ കോണുകൾ കണക്കാക്കുക. ഒന്നുകൂടെ പറയാം. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം എത്രയാണ്? 20 ഡിഗ്രി. അതിന്റെ കോണുകൾ കണക്കാക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു മട്ടത്രികോണം ഞാൻ വരച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് മട്ടത്രികോണത്തിന്റെ വലിയ കോണിന്റെ അളവ് നമുക്കറിയാം എത്രയാണ്? 90 ഡിഗ്രി. കാരണം എന്താ? ഇതൊരു മട്ടക്കോണാണ് അല്ലെ. മട്ടം നമുക്ക് എത്രയറിയാം? 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഒരു വശം നമുക്ക് എത്രയാണെന്നറിയാം? 90 ഡിഗ്രി. മറ്റു വശങ്ങൾ ഞാൻ എങ്ങനെ എടുത്തു? ഇല്ലെങ്കിൽ മറ്റു കോണുകൾ എങ്ങനെ എടുത്തു? X ഡിഗ്രിയും Y ഡിഗ്രിയും അല്ലെ. ആ കോൺ അതാണ് രണ്ട് ചെറിയ കോണുകൾ. അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഇനി എന്ത് ചെയ്യാം? ആദ്യം തന്ന കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എന്താ? മട്ടത്രികോണത്തിലെ വലിയ കോണിന്റെ അളവ് എത്രയാണ്? അളവ് സമം 90 ഡിഗ്രി അല്ലെ. വലിയ കോണിന്റെ അളവ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി മറ്റു കോണുകൾ ഏതൊക്കെയാ? മട്ടത്രികോണത്തിന്റെ മറ്റു കോണുകൾ ഏതൊക്കെയാ? സമം X ഡിഗ്രിയും Y ഡിഗ്രിയും അല്ലേ. ഇനി എന്ത് തന്നിട്ടുണ്ട് നോക്കിയേ. നമുക്കറിയാം ഒരു മട്ടത്രികോണത്തിൻ്റെതാണെങ്കിലും ഒരു ത്രികോണത്തിന്റെ ആണെങ്കിലും അകക്കോണുകളുടെ തുക എത്രയാണ്? 150 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇത് 90 എന്നറിയാം. ബാക്കി രണ്ടെണ്ണം കൂട്ടിയാൽ എത്ര കിട്ടണം? 150 കിട്ടണം. ഈ 90ഉം ബാക്കി രണ്ടും ചേർന്നാൽ 150 ഡിഗ്രി കിട്ടണം. അപ്പൊ ടോട്ടൽ ഈ മട്ടത്രികോണത്തിന്റെ ടോട്ടൽ കോണുകളുടെ തുക എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അപ്പൊ അത് കൂടി എഴുതാം. എന്താ? ആകെ കോണുകളുടെ തുക എത്രയാണ്? സമം 150 ഡിഗ്രി അല്ലെ. ആകെ കോണുകളുടെ തുക എന്നത് 150 ഡിഗ്രിയാണ്. ഇവിടെ ഏതൊക്കെയാ കോണുകൾ? ഒന്ന് 90 ഡിഗ്രി, ഒന്ന് X ഡിഗ്രി, ഒന്ന് Y ഡിഗ്രി. നോക്കാം. അപ്പൊ എന്ത് കിട്ടും? ഇംപ്ലൈസ് 90 ഡിഗ്രി പ്ലസ് X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈക്വൽ ടു എത്രയാണ്? 150 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം അല്ലെ. ഇതും Xഉം Yഉം ചരങ്ങളാണ് അല്ലെ. അത് മാത്രം അവിടെ വെച്ച് എന്ത് ചെയ്യാം? ഈ കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. കോൺസ്റ്റന്റിന്റെ സംഖ്യ എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. നോക്കിയേ. X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. ഓക്കെ. 150 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി എത്രയാ? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ X പ്ലസ് X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. മനസ്സിലായില്ലേ? X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ X പ്ലസ് Y ഈക്വൽ ടു 90 എന്ന് കിട്ടി അല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഒരു മട്ടത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട്. എത്രയാ? 20 ഡിഗ്രി അല്ലേ. അപ്പൊ ചെറിയ കോണുകൾ ഏതൊക്കെയാ? X ഡിഗ്രിയും Y ഡിഗ്രിയും. അപ്പൊ എന്ത് ചെയ്യാം? എഴുതാം. ചെറിയ കോണുകളുടെ വ്യത്യാസം. ഇതിങ്ങനെ എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കോണുകളുടെ വ്യത്യാസം എന്ന് എത്രയാ? X ഡിഗ്രി മൈനസ് Y ഡിഗ്രി ഈസ് ഈക്വൽ ടു 20 or 20. ഇക്വേഷൻ 2 കിട്ടിയില്ലേ? ഇനി നമ്മൾ മുന്നത്തെ ചെയ്തോളാം. X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രി ഇക്വേഷൻ 1 എടുത്തു. X ഡിഗ്രി മൈനസ് Y ഡിഗ്രി ഈക്വൽ ടു 20 ഇക്വേഷൻ 2 എടുത്തു. ഇനി നോക്കിയേ. ഇനി നമുക്ക് എങ്ങനെ സീറോ ആക്കാം? ഈസി ആയിട്ട് ഏതെങ്കിലും ഒന്ന് കട്ടാക്കിയാൽ മതി അല്ലെ. ഏതെങ്കിലും ഒന്ന് സീറോ ആക്കിയാൽ മതി. ഒന്നെങ്കിൽ X മൈനസ് X ആക്കിയിട്ട് സീറോ ആക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? Y മൈനസ് Y ആക്കിയിട്ട് സീറോ ആക്കിയാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ചാരം സീറോ ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇക്വേഷൻ ഒന്നിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. ഒന്നുണ്ട് 2 മൈനസ് ചെയ്ത് ഇവിടെ 20 ആണ് അല്ലേ. ഇത് എത്രയാ? 90. അപ്പൊ ഇതാണ് വലുത്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്തു. നോക്കിയേ. ഏതൊക്കെ ഇക്വേഷൻ? X ഡിഗ്രി പ്ലസ് Y ഡിഗ്രി ഈക്വൽ ടു 90 ഡിഗ്രിയും അടുത്ത എത്രയാ? X മൈനസ് Y ഈക്വൽ ടു 20 ഡിഗ്രി അല്ലേ. 20 ഡിഗ്രി. കുറച്ച് നോക്കിയേ അല്ലേ. ഏതാ കുറച്ചത്? X കുറച്ച് എത്ര? 0 അല്ലേ. ഇവിടെ നോക്കിയേ.
y എങ്ങനെയുള്ളത് y മൈനസ് മൈനസ് വൈ അല്ലേ. അപ്പോൾ y മൈനസ് മൈനസ് വൈ ആകുമ്പോൾ എന്തായി മാറും പ്ലസ് ആവും പിന്നെ y അല്ലേ. അപ്പോൾ അത് കിട്ടും 2y. മനസ്സിലായില്ലേ? y മൈനസ് മൈനസ് വൈ ആണ്. രണ്ട് മൈനസ് ചിഹ്നങ്ങൾ അടുത്ത് വന്നാൽ അത് എന്തായി മാറും പ്ലസ് ആയി മാറും. അപ്പൊ എന്ത് കിട്ടി 2y കിട്ടി. 2y ഈക്വൽ ടു എത്ര കിട്ടിയത് 90 20 പോയ എത്ര 70 ഡിഗ്രി കിട്ടി. y ഈക്വൽ ടു 70/2. മനസ്സിലായില്ലേ? 2 ഗുണിക്കണം y ആണ്. അപ്പുറത്തെ സൈഡ് ഇപ്പം ഗുണിക്കണം 2 എന്തായി മാറും ഹരിക്കണം എന്നായി മാറും. അപ്പൊ 70/2 ഈക്വൽ ടു 35 ഡിഗ്രി. y കിട്ടിയില്ലേ? y കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്കിനി ഒരു കോണല്ലേ കിട്ടിയിട്ട് ഒരു ചെറിയ കോണാണ് കിട്ടിയത് അല്ലേ. y ഈക്വൽ ടു 35 ഡിഗ്രി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? x അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കാം. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു. എത്രയാ y ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് ഇക്വേഷൻ 1 കൊടുത്തു. മനസ്സിലായില്ലേ? നോക്കാം. എന്താ ഇക്വേഷൻ 1? x പ്ലസ് അല്ലെങ്കിൽ x ഡിഗ്രി പ്ലസ് y ഡിഗ്രി ഈക്വൽ ടു 90 അല്ലേ. 90 ആണ്. y എത്രയാന്ന് പറയുന്നത് 35 ഡിഗ്രി അല്ലേ. അപ്പൊ x പ്ലസ് അല്ലെങ്കിൽ x ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു x ഡിഗ്രി എത്ര കിട്ടും? എത്ര കിട്ടും നോക്കിയേ. ഇത് പ്ലസ് 35 ആണ്. സമത്തിനപ്പുറം എന്ത് ചെയ്യും മൈനസ് 35 ആയി മാറും. അപ്പോൾ 90 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി അപ്പോൾ 35 ഡിഗ്രി. ഇവിടെ നോക്കിയേ 90 മൈനസ് 35 എത്രയാ 10 എന്നല്ലേ. 0 കുറക്കാൻ പറ്റൂല. ഇപ്പൊ ഇവിടത്തേക്ക് ഒന്ന് കടെടുത്തു. കടെടുത്ത് ഇത് 8 ആയി. ഇത് 10 ആയി. 10 5 പോയാൽ എത്ര 5. 8 5 പോയാൽ 5. അപ്പൊ എത്ര കിട്ടി 55 ഡിഗ്രി. x ഡിഗ്രി ഈക്വൽ ടു എത്ര കിട്ടിയത് 55 ഡിഗ്രി. അപ്പൊ ചെറിയ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ് 35 ഡിഗ്രി. ഒന്ന് y എന്ന് പറഞ്ഞത് ചെറിയ കോണുകൾ ഏതൊക്കെയാ കോണുകൾ എന്ന് പറഞ്ഞത് ഒന്ന് 35 ഡിഗ്രിയും 35 ഡിഗ്രിയും അതുപോലെ തന്നെ 55 ഡിഗ്രിയും അല്ലേ. ഇനി അത് കിട്ടിയത് ശരിയാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ചെറിയ കോണുകളുടെ വ്യത്യാസം എത്രയാണ് 20 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിൽ കൊടുത്തു നോക്കാം. ഓക്കെ. x ഡിഗ്രി എന്ന് പറഞ്ഞാൽ 55 മൈനസ് 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര 35. കുറച്ച് നോക്കിക്കോ 55 മൈനസ് 35. 5 5 പോയാൽ 0. 5 3 പോയാൽ 2. അപ്പോൾ 20 ഡിഗ്രി കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കണ്ടീഷൻ ശരിയാണ്. സിമ്പിൾ ആണ്. ഒന്ന് ചിന്തിച്ച് ചെയ്താൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ കണക്കാക്കുക. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ചാലൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. സിമ്പിളാണ്. എന്നാലും ക്വസ്റ്റ്യൻ രണ്ടോ അല്ലെങ്കിൽ അതിലധികം വായിക്കേണ്ടി വരും. ഇനി നോക്കുക. രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി അല്ലേ. വലുത് ചെറുത് എന്ന് പറയുന്നതല്ലാതെ സംഖ്യ എന്നത് ഇവിടെ പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വലിയ സംഖ്യന എന്തായിട്ട് എടുക്കാം? x ആയിട്ട് എടുക്കാം. വലിയ സംഖ്യ സമം എന്തായിട്ട് എടുത്തു? x ആയിട്ട് എടുത്തു അല്ലേ. ഇനി ചെറിയ സംഖ്യനെയോ? ചെറിയ സംഖ്യ സമം y ആയിട്ട് എടുത്തു. ഇനി കണ്ടീഷൻ നോക്കാം. രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ അല്ലേ. വലിയ സംഖ്യ എന്താ ഇവിടെ എക്സിനെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എന്താ ശിഷ്ടവും ഹരണവും ഒന്ന് തന്നെ. ഹരണഫലം എന്താ 2. പിന്നെ താഴെ കിട്ടുന്ന ശിഷ്ടവും ഒന്ന് തന്നെയാണ്. 2 തന്നെയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x സമം 2 ഗുണിക്കണം y പ്ലസ് ശിഷ്ടം 2 ഇങ്ങനെ എഴുതാം. ഇതെങ്ങനെ എഴുതിയെന്നല്ലേ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞു തരാം. നോക്കിയേ 93 നമുക്ക് 2 കൊണ്ട് ഹരിക്കണം അല്ലേ. 93 എന്താ വലിയ സംഖ്യ ഏറ്റെടുത്തു. ചെറിയ സംഖ്യ എത്ര 2. ഇനി എന്താ നോക്കിയേ 2 കൊണ്ട് ഹരിച്ചു.
എന്ന് നോക്കി എത്ര കിട്ടുന്നത്? 4 2 8, ബാക്കി 1, 9 ഇട്ട് കുറച്ചാൽ 1, 3 ഇറക്കി എഴുതി, 13 2 അല്ലേ, 6 പ്രാവശ്യം 12 വന്നു, ശിഷ്ടം 1 കിട്ടിയില്ലേ? നമ്മുടെ വലിയ സംഖ്യ എന്താ? 93 അല്ലേ? ഈ 93 എക്സിന് പോലെ അല്ലേ? 93 സമം എക്സിൻ്റെ അടുത്ത് എന്ത് എഴുതി? 93 എഴുതി. ഇനി എന്താ അരണഫലം? എന്താ? 42 46 അല്ലേ? 46 ഗുണിക്കണം ഏതാണോ സംഖ്യ ഗുണിച്ചത് അത്. ഈ ചെറിയ സംഖ്യ വൈകില്ലേ? ഇവിടെ എത്രയാണ്? 2 പ്ലസ് അത്ര ബാലൻസിലത് ശിഷ്ടം. ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? ഇവിടെ നമുക്ക് രണ്ടാമത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഇവിടെ 1 കൂട്ടി നോക്കിയേ ഈ വലിയ സംഖ്യ കിട്ടുന്നുണ്ടോന്ന്? 46 ഗുണിക്കണം 2 അല്ലേ? 46 ഗുണിക്കണം 2 എന്ന് പറയുന്നത് 6 2 12, 1 ശിഷ്ടം, 4 2 8, 8 1 9 അല്ലേ? 92. അപ്പൊ 92 കൂട്ടണം 1 എത്രയാണ്? ഈ 93 അല്ലേ? അല്ലേ? കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. ഈ രീതിയിലാണ് ഞാനിത് എഴുതിയത്. എങ്ങനെയാ? എക്സ് ഈക്വൽ ടു അല്ലേ? എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ വലിയ സംഖ്യ 93 പകരം എക്സ്, പിന്നെ 2 ഗുണിക്കണം വൈ അല്ലേ? 46 ഗുണിക്കണം 2 പറയുമ്പോൾ 2 ഗുണിക്കണം വൈ പ്ലസ് എന്താ ശിഷ്ടം 2. മനസ്സിലായില്ലേ എങ്ങനെ എടുത്തേന്ന്? ഇനി ഇതെങ്ങനെ എഴുതാം? എക്സ് സമം 2y പ്ലസ് 2 എന്ന് കിട്ടിയില്ലേ? എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ചെറുതിന്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴും അരണഫലവും ശിഷ്ടവും 2 തന്നെ. നോക്കാം. ചെറുതിന്റെ 2 മടങ്ങിന് 5 മടങ്ങിന് അല്ലേ? ഓക്കെ, ചെറുതെന്താ? ചെറിയ സംഖ്യ വൈന്റെ 5 മടങ്ങ്. അപ്പൊ എങ്ങനെ വരും? 5 വൈ അല്ലേ? 5 വൈന ഏത് സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാ? വലിയ സംഖ്യ കൊണ്ട്. വലിയ സംഖ്യ എന്നത് എക്സ്. എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ എന്തെന്നാ പറഞ്ഞത്? ഹരിച്ചപ്പോഴും അരണഫലവും ശിഷ്ടവും 2 തന്നെ. മുകളിൽ കിട്ടുന്ന അരണഫലവും താഴെ കിട്ടുന്ന ശിഷ്ടവും തന്നെയാണ്, 2 തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഇതേ രീതിയിൽ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 5y സമം 2 ഗുണിക്കണം എക്സ് അല്ലേ? 2 ഗുണിക്കണം എക്സ് പ്ലസ് ശിഷ്ടം 2. എത്ര കിട്ടണം നോക്കിയേ? 5y സമം 2x പ്ലസ് 2. നമുക്കിവിടെ എക്സ് കിട്ടിയിട്ടേ, എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 2y പ്ലസ് 2. അതിവിടെ കൊടുത്തൂടെ? എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ഈ എക്സിന്റെ വാല്യൂ കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 2 ഗുണിക്കണം എക്സ് എത്ര ഇവിടെ? 2y പ്ലസ് 2, ബാക്കിയുള്ള പ്ലസ് 2. മനസ്സിലായില്ലേ? ഇനി നോക്ക്. 5y സമം 2 ഗുണിക്കണം 2y 4y പ്ലസ് 2 ഗുണിക്കണം 2 4 പ്ലസ് 2. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? എത്ര കിട്ടൂടാ? 4y പ്ലസ് 6 എന്ന് കിട്ടിയില്ലേ? ഇനി നോക്കിയേ. ഇങ്ങനെ കിട്ടി അല്ലേ? 5y സമം 4y പ്ലസ് 6. ഇനി വൈ എല്ലാം ഒരു സ്ഥാനത്ത് കൊണ്ടുവരിക. വൈ ഇല്ലാത്ത സംഖ്യ അപ്പോൾ ഇവിടെ തന്നെ വെക്കുക. അപ്പോൾ 5y ഇവിടെ പ്ലസ് 4y അല്ലേ? സമത്തിന് പുറമെ എന്ത് വൈ ആവും? മൈനസ് 4y ആവും. പ്ലസ് 4y സമത്തിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് 4y ആവും. 5y മൈനസ് 4y ഈക്വൽ ടു 6, y ഈക്വൽ ടു 6 എന്ന് കിട്ടി ഇല്ലേ? 5y 4y അല്ലെങ്കിൽ 5y 4y മൈനസ് ചെയ്ത് എത്രയാണ്? y എന്ന് കിട്ടി. ഇനി നോക്കാം. y കിട്ടി എത്രയാണ്? 6. y എന്താ നമ്മുടെ ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അല്ലേ? ചെറിയ സംഖ്യ y ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? എക്സ് അല്ലേ? എക്സ് നമുക്കറിയാം. എക്സ് സമം എക്സിന്റെ വാല്യൂ നേരത്തെ എത്ര കിട്ടിയത്? 2y പ്ലസ് 2 അല്ലേ? 2y പ്ലസ് 2. 2y എന്ന് പറയുമ്പോൾ നമുക്ക് y അറിയാം എത്രയാണ്? 6 അല്ലേ? ആ വൈയുടെ സ്ഥാനത്ത് 6 കൊടുക്കുക. അപ്പൊ 2 ഗുണിക്കണം 6 പ്ലസ് 2 സമം 12 പ്ലസ് 2 ഈക്വൽ ടു 14. അപ്പൊ എക്സ് ഈക്വൽ ടു 14. എക്സ് എന്താ? വലിയ സംഖ്യയിലെ
വലിയ സംഖ്യ സമം x = 14. അപ്പോൾ ചെറിയ സംഖ്യയും കിട്ടി, വലിയ സംഖ്യയും കിട്ടി. ഇവിടെ വലിയ സംഖ്യ 14 എന്നും ചെറിയ സംഖ്യ 6 എന്നും കിട്ടിയല്ലേ. ഇനി നമുക്ക് കണ്ടീഷൻ ശരിയാണെന്ന് നോക്കാം. ഓക്കെ, വലുതിനെ ചെറുത് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 കിട്ടി. വലിയ സംഖ്യ എത്രയാ? 14. 14നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ ചെറിയ സംഖ്യ 6 ആണ്. ശിഷ്ടവും അല്ലേ, ഹരണവും ശിഷ്ടവും 2 തന്നെ. നോക്കിയേ, 6ന്റെ ഗുണിതം നോക്കുക. 14 ഇല്ല, പക്ഷെ 14 തൊട്ട് താഴെയുള്ള സംഖ്യ എത്രയാ? 12. അപ്പൊ 2. 2 ഗുണിക്കണം 6 12. 14 12 കുറച്ചാൽ എത്ര? 2. അപ്പോൾ കണ്ടീഷൻ ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്, നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്, ജസ്റ്റ് ചിന്തിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. ഒരു ട്രോഫിയുടെ വില എന്താണ്, ഒരു മെഡലിന്റെ വില എന്താണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒന്നും കൂടെ നോക്കാം. 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി എത്ര രൂപയാണ്? 2150 രൂപയാണ് വില. അപ്പൊ ട്രോഫിയുടെ വിലയും പിന്നെ മെഡലിന്റെ വിലയും ഇവിടെ തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തായിട്ട് എടുക്കാം? ട്രോഫിയുടെ വില എന്താ എടുക്കാം? ട്രോഫിയുടെ വില എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കാം. ഓക്കെ, ട്രോഫിയുടെ വില x. അതുപോലെ തന്നെ എന്താ? മെഡലിന്റെ വില അല്ലേ, മെഡലിന്റെ വില എന്തായിട്ട് എടുക്കാം? y ആയിട്ട് എടുക്കാം. y ആയി എടുത്തില്ലേ? ശ്രദ്ധിച്ചോ. ഇനി എന്താ, ഇത് തന്ന കാര്യങ്ങൾ നമുക്ക് ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാം, സമവാക്യത്തിലേക്ക് മാറ്റാം. ഓക്കെ, 17 ട്രോഫി അല്ലേ, എക്സ് അല്ലേ, ട്രോഫിയുടെ വില എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. അപ്പൊ 17 ട്രോഫി ഉണ്ട്. അപ്പൊ ഇങ്ങനെ എടുക്കാം, 17x പ്ലസ് മെഡലിന്റെ വില y അല്ലേ. അപ്പൊ y എത്ര മെഡലുണ്ട്? 16 മെഡലുണ്ട്. അപ്പൊ 16y ഓർ 16 മെഡൽ ഈക്വൽ എത്രയാണ് ടോട്ടൽ വില? 2180 രൂപ. ഇക്വേഷൻ 1 അല്ലേ, 2180 റുപ്പീസ് അല്ലേ. അതിന് എന്തായിരുന്നു? ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. എന്താ? 16 ട്രോഫി. അപ്പോൾ ഇവിടെ എത്ര വരും? 16x പ്ലസ് 17 മെഡല്. അപ്പോൾ ഇവിടെ 17y = എത്ര തന്നിട്ടുണ്ട്? 2110 2110 രൂപ അല്ലേ. ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ 2 ഇക്വേഷൻ കിട്ടിയല്ലേ. 17x പ്ലസ് 16y = 2180 ഇക്വേഷൻ 1 ആണ്. പിന്നെയോ 16x പ്ലസ് 17y = 2110 ഇക്വേഷൻ 2 ആണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യല് അല്ലേ? ഇക്വേഷനിൽ 2 ചരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരത്തിനെ ഒരുപോലെ ആക്കിയിട്ട് അത് കുറച്ചിട്ട് 0 ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ ചരം കണ്ടുപിടിക്കലാണ് പതിവ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ x എന്ന് പറഞ്ഞാൽ 17 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ 16 ആണ്. y ശ്രദ്ധിച്ചോ, ഇവിടെ 16 ആണ്, ഇവിടെ 17 ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയെ കൊണ്ട് ഗുണിച്ചിട്ട് ഒരുപോലെ ആക്കാൻ എന്താ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു രീതി ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ ഇവിടെ x എത്രയാണ്? 17x അല്ലേ. അതിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാ? x പ്ലസ് 16x. അപ്പോൾ കൂട്ടി എത്ര കിട്ടും? 17 അല്ലേ. പിന്നെ പ്ലസ് ബാക്കിയുള്ളത് അങ്ങനെ എടുത്തിരിക്കും. 16y = 2180. അത് ഇക്വേഷൻ എന്തായിട്ട് എടുത്തു? 3 ആയിട്ട്. ഇക്വേഷൻ 3 അടുത്തേക്ക് എഴുതാം. എത്ര കിട്ടി? x പ്ലസ് ഇവിടെ നോക്കേ 16x-ഉം 16y ഇത് രണ്ടും കോമൺ ആയിട്ട് എന്തുണ്ട്? 16. അത് നമുക്ക് പുറത്തെടുത്തൂടെ? ബാക്കി എന്തിൻ്റെ അകത്ത് വരും? x പ്ലസ് y വരും. മനസ്സിലായില്ലേ? പിന്നെ അകത്തേക്ക് എടുത്താൽ കിട്ടും 16 ഗുണിക്കണം x 16x 16 ഗുണിക്കണം y 16y സമം കിട്ടി 2180. ഇത് ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. ഇക്വേഷൻ 3 ആയിട്ട് എടുത്തു. മനസ്സിലായോ? ഇനി ഇക്വേഷൻ 2 നോക്കി. ഇക്വേഷൻ 2 എന്താ? 16x പ്ലസ് 17y = 2110 അല്ലേ. ഇതുപോലെ തന്നെ അതും എഴുതാം. ഇവിടെ 17y അല്ലേ, ഈ 16x അങ്ങനെ എഴുതും. 16x പ്ലസ് 17y നമുക്ക് ഇങ്ങനെ എഴുതാം. 16y പ്ലസ് y = 2110. മനസ്സിലായില്ലേ? ഇനി 2ൽ 16 അല്ലേ, അത് ഔട്ട്സൈഡ് എടുക്കാം, പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുള്ളൂ? x പ്ലസ് y
പ്ലസ് വൈ സമം 2110. മനസ്സിലായോ? ഇതകത്തേക്ക് എടുത്താൽ 16x പ്ലസ് 16y. മനസ്സിലായില്ലേ? ഇനി ഇത് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം? 4 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം കിട്ടി. ഇനി നമ്മൾ സാധാരണ മൈനസ് ആക്കിക്കൂടെ? ഇതെന്ത് ചെയ്യാം? ഇവിടെ എക്സ് ഒരു വേരിയബിളും 16 × x + y മറ്റൊരു വേരിയബിളായിട്ട് എടുക്കും. മനസ്സിലായില്ലേ? ഈ വൈക്ക് പകരം ഇത് ഇത്ര വൈ എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? വൈയുടെ സ്ഥാനത്ത് ഇത്ര വിലകളാണ് ഇട്ടത്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ കുറക്കാം. ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 4 കുറക്കുന്നത്. മനസ്സിലായില്ലേ? ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 4 കുറച്ച് നോക്കാം. ഇതൊക്കെ എക്സ് പ്ലസ് എന്തുണ്ട്? 16 ഗുണിക്കണം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എത്രയാണ്? 2180. 2180 അല്ലേ? ഇനി നോക്കാം. ഇക്വേഷൻ 2 എന്താ? അതാ ആ ചരത്തിന്റെ നേരെ എഴുതാം. മനസ്സിലായില്ലേ? ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് എഴുതാം. സമം 2180. ഇനി എന്താ? 16 എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2110 അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. എക്സിന്റെ താഴെ വേണമെങ്കിൽ എന്ത് ഇട്ട് കൊടുക്കാം? 0 ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. അവിടെ സംഖ്യയില്ല. അതുകൊണ്ട് നോക്കിയേ. ഇനി കുറച്ചുകൂടെ എക്സിന് 0 കുറച്ച് എത്ര? എക്സ് മൈനസ് 16x + y എന്ന് 16x + y കുറച്ചാൽ എത്രയാണ്? 0. അതുപോലെ തന്നെ 0 നിന്ന് y കുറച്ചാലോ? 0 - y അല്ലേ? 0 - y എന്ന് പറഞ്ഞാൽ കിട്ടും -y. അല്ലെങ്കിൽ 0 - 1 പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? -y കിട്ടും. അപ്പോൾ 0 - y ഈക്വൽ ടു എന്ത് കിട്ടും? -y സമം എത്രയാ? 2180 നിന്നും എത്ര കുറക്കണം? 2110 കുറക്കണം അല്ലേ? കുറച്ച് നോക്കിയേ. 0 8 1 കുറച്ചാൽ 8 1 കുറച്ചാൽ 7. ഇത് 0 ഇത് 0. അപ്പം എത്ര കിട്ടും? 70 കിട്ടി അല്ലേ? അപ്പം എന്താ ഇത് മനസ്സിലാക്കാം? എക്സ് അല്ലേ? എക്സ് മൈനസ് വൈ സമം എത്ര കിട്ടി? 70 കിട്ടി അല്ലേ? ഇത് 0 ആണ്, അത് എടുക്കണ്ട. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 70 എന്ന് കിട്ടി. ഇനി നോക്കാം. ഇതിൽ നിന്ന് എക്സ് എടുത്ത് കണ്ടുപിടിച്ചിട്ട് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 70 പ്ലസ് വൈ. ഇവിടെ എക്സ് ഈക്വൽ ടു 70 പ്ലസ് വൈ എന്ന് കിട്ടി. ഈ എക്സിന്റെ വില നമുക്ക് ഇവിടെ കൊടുക്കാം. ഇക്വേഷൻ 2ൽ കൊടുക്കാം. നോക്കിയേ. ഇക്വേഷൻ 2 നമുക്ക് 16 ഗുണിക്കണം എക്സ് എത്രയാ? 70 പ്ലസ് വൈ പ്ലസ് 17 വൈ സമം 2110 അല്ലേ? ഈ എക്സിന്റെ സ്ഥാനത്ത് ഈ വില ഇവിടെ കൊടുത്തു. മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്ത് എത്രയാണ്? 16 ഗുണിക്കണം 70 പ്ലസ് 16 വൈ അല്ലേ? പ്ലസ് 17 വൈ സമം 2110. ഓക്കെ. 16 ഗുണിക്കണം 70 ഇവിടെ എഴുതി. അതുപോലെ തന്നെ 16 ഗുണിക്കണം വൈ ഇവിടെ എഴുതി. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എടുത്തെഴുതി. എത്ര? 16 ഗുണിക്കണം 70. 16 7 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 7 42 2 4 ശിഷ്ടം 1 7 7 4 11. അപ്പോൾ ഇടത്തെ കിട്ടും. ഒരു 0 കൂടിയുണ്ട്. അപ്പോൾ 1120 പ്ലസ് 16 വൈ. ഇത് കൂട്ടി എഴുതാം. 16 വൈയും 17 വൈ എത്ര? 16 17 കൂട്ടിയ 33 അല്ലേ? 33 വൈ സമം 2110 കിട്ടി അല്ലേ? എന്ത് ചെയ്യാം? ഈ വൈ ഇത് ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ 33 വൈ സമം 2110 മൈനസ് 1120. ചെയ്ത് നോക്കാം. എത്രയാണ് ഇവിടെ? 2110 മൈനസ് 1120 അല്ലേ? 1120. കുറച്ച് നോക്കിയാൽ എത്ര കിട്ടും? 0 നിന്ന് 0 പോയാൽ 0 അല്ലേ? ഇവിടെ 1 എന്നുള്ളത് 1 നിന്ന് 2 കുറക്കാൻ പറ്റൂല. തൊട്ടടുത്ത സംഖ്യ എന്തെങ്കിലും കടെടുത്തു. അപ്പോൾ ഇത് 11 ആയി മാറും. 11 നിന്ന് 2 പോയാൽ എത്ര? 9. ഇവിടെ 0 ഈ 1 ആണ് ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ 0 ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ഇങ്ങോട്ട് എടുത്തു. ഈ 0 എത്രയായി മാറും? 10 ആയി മാറും. അപ്പോൾ ഈ 10 നിന്ന് 1 പോയാൽ എത്ര? 9. ഇവിടെ 1 ആണുള്ളത്. 1 നിന്ന് 1 പോയാൽ 0. അപ്പോൾ എത്രയാണ്? 990. അപ്പോൾ എന്ത് കിട്ടി?
33y സമം എത്ര കിട്ടി? 990 എന്ന് കിട്ടി അല്ലേ? ബാക്കി ഇവിടെ എഴുതാം. ശ്രദ്ധിച്ചോ, നമുക്ക് എന്താ കിട്ടിയത്? 33y സമം 990 കിട്ടി. y സമം കിട്ടും. y സമം 990 ഹരിക്കണം 33 അല്ലേ? 33 ഗുണിക്കണം y ആണ്. സമത്തിനപ്പുറം എന്ത് വരും? ഡിവൈഡഡ് 33 വരും അല്ലേ? നോക്ക് എന്ത് കിട്ടും? അയച്ചു നോക്കാം. 990 ഹരിക്കണം 33 അല്ലേ? 33 99 കൊണ്ട് ഗുണിച്ചാൽ 99 കിട്ടും. 3 ഗുണിക്കണം 33 എത്രയാണ്? 99 അല്ലേ? ഇവിടെ 0 ബാക്കി ഇവിടെയുള്ള ഒരു 0 ഇല്ലേ? അത് മുകളിൽ ഇട്ട് കൊടുക്കുക. മനസ്സിലായേ? അപ്പോൾ ഇവിടെ ഉത്തരം എത്ര കിട്ടും? 30. അപ്പോൾ y സമം എത്ര കിട്ടി? 30 കിട്ടി ഇല്ലേ? നമുക്കറിയാം നേരത്തെ x എത്രയാണ് കിട്ടിയത്? x ഈക്വൽ ടു എത്രയാണ്? 70 പ്ലസ് y എന്ന് നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി y അതിലേക്ക് കൊടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? 70 പ്ലസ് 30 സമം എത്ര കിട്ടി? 100 അല്ലേ? x ഈക്വൽ ടു 100 കിട്ടി. ട്രോഫിയുടെ വില എന്ന് പറയുന്നത് 100ഉം ഒരു മെഡലിൻ്റെ വില എന്ന് പറയുന്നത് 30ആണ്. മനസ്സിലായില്ലേ? കുറച്ച് ചെയ്യാനുണ്ട്, എന്നാലും ഈസിയാണ്. കണക്ക് കൂട്ടാനും കുറക്കാനും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇന്നത്തെ ചെയ്ത കണക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ഇന്ന് ചെയ്ത കണക്കിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് തീർത്തു തരുന്നതായിരിക്കും. നന്ദി.